ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഫ്രോക്ക് നൈറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ കട്ടിങ് ഇതിൻ്റെ പാർട്ട് 1 മാത്രമേ ഇട്ടിട്ടുള്ളൂ. കോളർ വരെ തയ്ക്കുന്ന ഭാഗം മാത്രമേ ഇതിലുള്ളൂ. സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് 290 മീറ്ററിലുള്ള ഒരു ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 290-ൻ്റെ ഒരു ബിറ്റാണ്, നൈറ്റി ബിറ്റ്. വർദ്ധമാൻ്റെ ഒരു നൈറ്റി ബിറ്റാണ്. അത് നമ്മൾ 4 പോർഷനായിട്ട് മടക്കണം. നമുക്ക് എത്ര ആവശ്യമുള്ള ലെന്ത് വേണോ അത്ര ആവശ്യത്തിന് എടുക്കണം. ഇത് അധികം പൊക്കമില്ലാത്ത ഹൈറ്റ് കുറവുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം മൊത്തം ഒരു 42-42 ഇഞ്ച് മതി കേട്ടോ. അപ്പം നമ്മളിത് ആദ്യം തുണി അതിനാവശ്യമുള്ള ഇറക്കം മാത്രം എടുത്ത് അത് മടക്കി 4 ഇടണം, 4 പോർഷനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരോ മെഷർമെൻറ്റായിട്ട് നമുക്ക് എടുക്കാമേ. ഇതിന് ഷോൾഡറിൻ്റെ അളവെന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അതൊരു നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും ഷോൾഡർ എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച് മതി. അതേ അളവ് തന്നെ താഴോട്ടും മാർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഇതിൽ വരയ്ക്കുന്നത് ക്ലിയർ ആകുന്നില്ല. എന്നിട്ട് സ്കെയിൽ വെച്ച് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ ശേഷം കൈക്കുഴി വെട്ടുന്നത് 7 ഇഞ്ചാണ്. അതേ 7 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്യാണ്. കൈയുടെ ഡെപ്ത് എന്ന് പറയുന്നത് ആം ഹോള് വെട്ടാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അതും ഒരു സ്കെയിൽ വെച്ച് നമ്മൾ ഒരു എൽ ഷേപ്പിൽ, അപ്പോൾ അവിടെ ഒരു മാർക്കിംഗ് ആയി. ഇനി നമ്മൾ ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നൈറ്റിയുടെ. പിന്നെ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ആംഹോൾ എന്ന് പറയുന്നത് കുഴിച്ചു വെട്ടാനായിട്ട് 1.5 ഇഞ്ച് ഇതിൻ്റെ കോർണറിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ വെട്ടിയെടുക്കേണ്ട എപ്പോഴും ഇതാണ് ബാക്ക് പാർട്ടിൻ്റെ പോർഷനാണ്. അപ്പം ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 12 ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചൂടെ തയ്യൽ തുമ്പൂടെ ഇട്ട് വെട്ടുന്നു. നമ്മൾ ഈ ഇതിൻ്റെ ബസ്റ്റിൻ്റെ അവിടെയുള്ള ലെന്ത് എടുക്കുന്നത് സാധാരണയുള്ള നൈറ്റിക്കൊക്കെ 14 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് 11 മതിയേ. അപ്പോൾ അതിൻ്റെ വിഡ്ത്തെന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 11 ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഹിപ്പിൻ്റെ അവിടം വരെയുള്ള ലെന്തെന്ന് പറയുന്നത് നമ്മൾ 16 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഹിപ്പിൻ്റെ അവിടേക്ക് ഒരു മാർക്കിംഗ് ഇടുമല്ലോ, അത് 16 ഇഞ്ചാണ്. എന്നിട്ട് അവിടുത്തെ അളവെന്ന് പറയുന്നത് നമ്മൾ 12 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇടുന്നു. അപ്പോൾ 12.5 ഇഞ്ച് മൊത്തത്തിൽ. അതിനുശേഷം കൈയുടെ നീളമെന്ന് കൈ നമുക്ക് വെട്ടാമേ. കൈയുടെ നീളമെന്ന് പറയുന്നത് നമ്മൾ 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് പ്ലീറ്റഡ് കൈ ആയതുകൊണ്ട്, പഫ് വെച്ച കൈ ആയതുകൊണ്ട് അപ്പം നമ്മൾ അതിൻ്റെ കൈ കുഴിച്ചു വെട്ടാനായിട്ടൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പം കൈയുടെ വീതി എന്ന് പറയുന്നത് നമ്മൾ എത്ര വേണേലും എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റുകൾ കൂടും. രണ്ട് സൈഡിലും കൈയുടെ പഫും ഈ ആംഹോളിൻ്റെ സൈഡിലും കൈയുടെ താഴ്ഭാഗത്ത് നമ്മൾ ഒരേപോലെയാണ് അളവെടുക്കുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവോ വ്യത്യാസമോ ഒന്നും വരുന്നില്ല. കാരണം താഴ്ഭാഗത്തും പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മേളിലും പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് നെക്ക് വിഡ്ത്ത് പറയുന്നത് 3 ഇഞ്ച് കേട്ടോ. നെക്ക് വിഡ്ത്ത് പറയുന്നത് 3 ഇഞ്ച്. അതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് ഇത് ഫ്രണ്ട് പോർഷനാണ് അടയാളപ്പെടുത്തുന്നത്. ഒരു വി ഷേപ്പിലാണ് ഇതിൻ്റെ നെക്ക് ഞാൻ കട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, മാർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു 6.5 ഇഞ്ച് ഫ്രണ്ട് പോർഷൻ എടുക്കും.
നമ്മൾ ബാക്ക് എടുക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 3-3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. ആദ്യം സ്ട്രെയിറ്റായിട്ട് വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒരു കേർവ് പോലെ വരയ്ക്കണം. സ്ട്രെയിറ്റായിട്ടൊരു വി ഷേപ്പിൽ അങ്ങ് വി നമ്മൾ എഴുതത്തില്ലേ, അതേപോലെ അങ്ങ് വെട്ടിയെടുത്താൽ കഴുത്ത് അത്ര കൊള്ളത്തില്ലേ തയ്ച്ചു വരുമ്പോഴും. ജസ്റ്റ് ഒരു കേർവ് പോലെ 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി ഇതേപോലെ നമ്മൾ വെട്ടിയെടുക്കണം. ക്യാൻവാസ് ഉണ്ടെങ്കിൽ ക്യാൻവാസ് വെട്ടിയെടുത്തിട്ട് അതേ വെച്ച് അറ്റാച്ച് ചെയ്താൽ മതി. ഇത് ഞാൻ ക്യാൻവാസ് വെക്കുന്നില്ല, കാരണം ഇതൊരു കോളർ തയ്ക്കാനായിട്ടാണ്. ഹക്കോബയുടെ ഒരു തുണി വെച്ചിട്ട് ഇതിനൊരു കോളർ തയ്ക്കുന്നുണ്ട്. എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കൈയുടെ പോർഷൻ വെട്ടിയെടുക്കുകയാണ്. കൈ ആദ്യം വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ബോഡി പാർട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വെട്ടിയെടുക്കും. ഈ വീഡിയോ കാണുന്നതിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലും മാത്രമേ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ പലതും വിട്ടുപോകും. അപ്പം നമ്മളിങ്ങനെ പ്ലീറ്റ് വരുമല്ലോ, കൈയുടെ സെൻറ്റർ ഭാഗം ഒരു നോച്ചിട്ട് കൊടുത്തതിന് ശേഷം അത് വെട്ടിയെടുത്തത് മടക്കി മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ഇനി വെട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി കൈക്കുഴി വെട്ടി സൈഡ് വെട്ടി അങ്ങനെ എടുക്കുകയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എനിക്ക് ഒന്നും വീഡിയോ ഇടാൻ പറ്റാറില്ല, പക്ഷേ എന്നാലും എന്നെ ഇത്രത്തോളം എന്നെ എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ്. നമ്മളിങ്ങനെ വെട്ടി എടുക്കുക. നമ്മൾ ഇടയ്ക്കൊരു ടൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. ടൈ ചെയ്യാനായിട്ടൊരു ബെൽറ്റ് പോലൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫ്രോക്ക് മോഡൽ നൈറ്റി കേട്ടോ. അപ്പോൾ ഈ കഴുത്തിൻ്റെ അവിടെ നമ്മൾ ഇപ്പോൾ കഴുത്തിൻ്റെ പോർഷൻ വെട്ടുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം വേണം ഈ നെക്കിൻ്റെ ഭാഗം വെട്ടാനായിട്ട്. ഇത് ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് എടുത്ത് നമ്മൾ വെട്ടി. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഈ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം. അതിന് ആ കോർണറിൻ്റെ ഭാഗത്തുനിന്ന് 1 ഇഞ്ചോളം നമ്മൾ ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷമാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ വെട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും നെക്ക്. നമ്മളിതിന് കോളർ കൊടുക്കുന്നുണ്ട്, കോളറും കൂടെ കൊടുത്താണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ സെൻറ്റർ നോക്കി ഒരു മാർക്ക് കൊടുക്കണം, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ. നമുക്കവിടെ നോച്ചൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം എന്ന് വെച്ചാൽ വീണ്ടും കുഴിഞ്ഞു പോയില്ലേ. പിന്നെ നമ്മൾ എഴുതുന്നത് തന്നെ 10 ഇഞ്ച് വീതിയാണ് പ്രില്ലിന് എടുക്കുന്നത്. താഴ്ഭാഗത്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് 10 ഇഞ്ച് വീതി. അതുകൊണ്ട് നമ്മൾ നൈറ്റിയുടെ ഇറക്കമെന്ന് പറയുന്നത് 32 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. മൊത്തം 42 മതി. അപ്പോൾ നമ്മൾ 10 ഇഞ്ച് ഇറക്കം എടുത്താൽ, എന്നിട്ട് നമ്മളത് 3 പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റുകളിട്ട് വെച്ചിരിക്കുകയത്. ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളത് 3 പോർഷനായിട്ട് 10 ഇഞ്ച് വീതം വെട്ടിയെടുത്തതാണ്. ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ വി ഷേപ്പിലൊരു അതിൻ്റെ ക്രോസ് പീസ് പോലെ നമ്മൾ അകത്തേക്ക് വെച്ച് മടക്കുന്നുണ്ട് അടിച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതേ ഒരു ചെറിയ തുണി കഷ്ണം എടുത്ത് അതിൻ്റെ സൈഡിൽ നമ്മൾ വെട്ടിയെടുത്തതിൻ്റെ ബാക്കി കുറച്ച് തുണിയുണ്ടല്ലോ, ആ തുണിയിൽ നിന്ന് നമ്മൾ ഒരു ഭാഗം എടുത്ത് അതിൽ നിന്ന് മാർക്ക് ചെയ്യാണ്. ഒരു 1/4 ഇഞ്ച്. ഇത് കാരണം വീതി 2 തുണിയാണ്. അതിപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ചോളം മാർക്കിങ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ കറക്റ്റായിട്ട് അതേ ലെവലിൽ തന്നെ അങ്ങ് വി ഷേപ്പ് അങ്ങ് വെട്ടിയെടുത്താൽ മതി. ഈ വീഡിയോ കാണുന്നവരൊന്ന് ട്രൈ ചെയ്യണേ. ആർക്കെങ്കിലും നൈറ്റി ബീറ്റുകൾ വേണമെങ്കിൽ ഞാനിതിനകത്ത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പ് നമ്പറാണ് അത്, എൻ്റെ ബിസിനസ് വാട്സാപ്പ് നമ്പറാണ്. അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം
ഒരു ഒരു വർത്തമാൻ്റെ ഒരു നൈറ്റി ബിറ്റ് 165 രൂപയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുകൊണ്ട് എല്ലാവരും കൊടുക്കുന്നതിനേക്കാട്ടിൽ ഒത്തിരി റേറ്റ് കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിപ്പം ഒരു ബിറ്റ് വേണമെങ്കിൽ ഒരു ബിറ്റ് എടുക്കാം, അല്ലെങ്കിൽ 10 എണ്ണം ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച്. നമ്മൾ ഹക്കോബയുടെ തുണി ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ഹക്കോബയുടെ തുണിയിലോട്ട് കോളർ വെക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഷോൾഡറിനെക്കാട്ടിൽ 1/2 ഇഞ്ച് കൂടെ പൊക്കത്തിൽ ഹൈറ്റ് വെച്ച് വേണം നമ്മൾ വെട്ടാനായിട്ട്. എന്നിട്ട് അതിൻ്റെ കോളർ എടുക്കുമ്പോൾ അതിൻ്റെ അകലം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 2.5 ഇഞ്ച് 2 ഇഞ്ചോ വീതിക്ക് വേണം എടുക്കാനായിട്ട്. കോളർ ഒരേ ഷേപ്പിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോകാതെ കറക്റ്റായിട്ട് വെച്ച് അളന്ന് മാർക്ക് ചെയ്ത് എല്ലായിടത്തും ഒരേ ഷേപ്പിൽ. അല്ലെങ്കിൽ ചിലർ മേൽവശം വീതി കുറച്ച് വന്ന് താഴ്ഭാഗത്തോട്ട് നെക്കിൻ്റെ താഴ്ഭാഗത്തും വരുമ്പോഴത്തേന് അവിടേക്ക് വീതി കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയുള്ള കളറുകളുണ്ട്. ഞാനിപ്പോൾ എല്ലായിടത്തും മേളും താഴെയെല്ലാം ഒരേ വീതിക്കാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ കഴുത്തിൻ്റെ എത്ര ഇറക്കം നമ്മൾ വി ഷേപ്പിൽ എടുക്കുന്നു അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടെ കൂടുതൽ വേണം എടുത്ത് ഇത് വെട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു പോകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ കുറച്ചുകൂടെ അതിൻ്റെ ഹൈറ്റ് കൂട്ടിയെടുക്കുന്നത്. അപ്പം വെട്ടിക്കഴിഞ്ഞുള്ള ഭാഗമാണിത്. അപ്പോൾ ഇതിനടിയിൽ ഒരു ലൈനിങ് തുണി ഞാൻ പിടിപ്പിക്കുന്നത് കാരണം ഹോള് കാണാവുന്നതുകൊണ്ട്. അതിൻ്റെ കോർണർ ഭാഗം കുറച്ചുകൂടി ഒന്ന് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു കേർവ് ഷേപ്പിൽ നമുക്ക് വേണേൽ വെട്ടിയെടുക്കാം. ചില കോണായിട്ട് തന്നെ വെച്ചേക്കും. അത് അവരവരുടെ ഐഡിയ പോലെ ചെയ്യുക. ഇത് നമ്മൾ തയ്ച്ചിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അടിയിൽ ഒരു ലൈനിങ് തുണിയുണ്ട്. കോളർ തയ്ക്കുമ്പോൾ വലിച്ചു പിടിച്ചൊന്നും തയ്ക്കല്ലേ, കറക്റ്റായിട്ട് അങ്ങ് ജസ്റ്റ് വിട്ട് അങ്ങ് തയ്ച്ച് കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് വന്നോളും. ഒരു 1/4 ഇഞ്ചും ഒരു ജസ്റ്റ് ഒരു കാലിഞ്ചിനൊക്കെ കുറച്ചുകൂടെ വലിപ്പത്തിലാണ് തയ്ക്കേണ്ടത്. അങ്ങനെ 2 ഭാഗത്തെ കോളറും തയ്ച്ചെടുക്കുക നമ്മളിത്. കോളറുകൾ രണ്ടും നോക്കി വേണം തയ്ക്കാൻ, ഇടത്തും വലുതുമായിട്ട്. രണ്ടും ഒരു സൈഡായി പോകരുത്. തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പിനോട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടും. അന്നേരം നമുക്ക് തിരിഞ്ഞു വരത്തുള്ളൂ നന്നായിട്ട്. എന്നാൽ ആ സൈഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് തയ്യലിൽ കയറാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു വരും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നൊടുന്ന് പ്രസ് ചെയ്ത് തയ്ക്കണം. അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ആ കോർണറിൽ കൂടെ നമ്മൾ വീണ്ടും തയ്ക്കുകയാണേ. ഓക്കെ. നമ്മൾ ആ കഴുത്തിനകത്തേക്ക് അടിച്ചു മറിക്കാനുള്ള ഭാഗമാണ്. ഇതിപ്പോൾ നമ്മൾ വി ഷേപ്പിൽ വെട്ടി എടുത്ത് വെച്ചിരിക്കുന്നു. അത് 2 പീസായിട്ട് 4 ഇഞ്ചോളം അധികം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഭാഗം നമ്മൾ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് ചേർത്തതിന് ശേഷം നമ്മളതിൻ്റെ സൈഡ് വശം മടക്കി അടിക്കും.
ക്രോസ് പീസൊക്കെ എടുത്തിട്ട് നമ്മളെങ്ങനെയാണ് അതേപോലെ തന്നെ ഇതിനും ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ കോളറിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്തടിക്കുന്നതാണ് ഈ വീഡിയോയെ, ഈ ഭാഗം. അപ്പോൾ 2 കോളറും നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ സൈഡ് വശം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ കോളറുകൾ രണ്ടും ആ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഒന്നിൻ്റെ ജസ്റ്റ് ഒരു ടച്ച് ചെയ്തിരിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കണേ. എന്നിട്ട് അവിടെ പിന്ന് കുത്തി നമ്മൾ കറക്റ്റായിട്ടുള്ള അകലം സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് ഒരേ രീതിയിലുള്ള അകലമാക്കിക്കൊണ്ട് നമ്മൾ പിന്ന് വെച്ച് കുത്തി അത് കറക്റ്റായിട്ട് വെക്കുക. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് ഉണ്ടല്ലോ, ക്രോസ് അല്ല ബി ഷേപ്പിൽ വെട്ടിയെടുത്ത് അതിൻ്റെ സൈഡ് വശം അടിച്ചു കൊടുത്തതിന് ശേഷം അതും ഇതേലോട്ട് വെച്ച് തയ്ച്ച് അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ആ സെൻറ്റർ പോർഷൻ പോയിൻറ്റ് ചെയ്തതിന് ശേഷം ഒരറ്റത്തു നിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ തയ്ച്ച് ചേർക്കുക. നല്ല വശത്തു നിന്നാണ്, നല്ല വശത്ത് നിന്ന് അകത്തേക്കാണ് നമ്മളിത് തയ്ച്ച് ചേർക്കുന്നത്. ക്രോസ് പീസൊക്കെ കഴുത്തിന് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ. ഇങ്ങനെ അകത്തേക്ക് മടക്കി അടിക്കുകയാണ്. നമ്മളൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് അടിച്ചാലും മതി. ഞാൻ ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ ആ ക്രോസ് പീസിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അടിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ തയ്ച്ചാണ്, അങ്ങനെ പ്രസ് ചെയ്ത് അടിച്ച് ശേഷം വീണ്ടും ഞാൻ ഹെമ്മിങ് ചെയ്യുന്നില്ല, പകരം വീണ്ടും മെഷീനെ വെച്ച് തന്നെ അടിക്കുകയാണ്. സെൻറ്റർ വരുന്നുണ്ട്, അതൊന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം ടേൺ ചെയ്യാനായിട്ട്. എന്നിട്ട് തിരിച്ചിട്ട് വീണ്ടും തയ്ച്ചു തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ നെക്ക് തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഓക്കെ.